താൻ മുദ്രാവാക്യം വിളിയിടും. ഇനി മുദ്രാവാക്യം വിളിച്ച് ഇത് ഇതാവും. വയറും ചെറിയ പ്രശ്നം. ചെല്ല് ചെല്ല്, ഇവിടെ നാറ്റിക്കണ്ട, ചെല്ല്. എന്താ എന്റെ ഉദ്ദേശം? വൃത്തികേട് പറയല്ലേ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. മോളെ, ഇതൊക്കെ ആദ്യമായതുകൊണ്ടാ, കുറച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ശീലായിക്കോളൂ. സൗണ്ട് ഒന്നും കേൾക്കുന്നില്ലല്ലോ. എത്ര നേരമായി കയറിയിട്ട്? ഓൺലൈനിൽ ഉണ്ടല്ലോ. ഇത് തൂർന്ന ഓൺലൈനിലാ. ചളമായെന്നാ തോന്നുന്നു. കംപ്ലീറ്റ് കള്ളത്തരവും കയ്യോടെ പിടിച്ചു അല്ലേ? ഞാൻ അത്രക്കാരൻ ഇയാളാണ് ഇന്ന് രാവിലെ ജിമ്മിൽ പോകുന്നവരോട് പോകാണ്ടിരിക്കുന്ന ആള്. അതന്നെ. അതാണോ കാര്യം? പണ്ടാരക്കാലം പേടിപ്പിച്ചോ. മണികണ്ഠ സ്വാമി കാത്തു. ഹലോ, ഞാൻ തുടങ്ങുവാനേ പരിപാടി. എന്നാ തുടങ്ങി കഴിയാം. ചിരിക്കരുതേ. എന്നോട് വിളിക്കുന്ന ചിരിക്കുകയാണോ കരയുകയാണോ? എടാ പോടാ, നിർത്തി പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. അയക്കെന്തറ പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണരുത്. ഇത് അതുക്കും മേലെ. എന്തോന്നടാ ഈ കാണിക്കണത്? അവരൊക്കെ ഏത് ലിമിറ്റ് വരേക്കും പോവേ. സോ വി മസ്റ്റ് ബി കെയർഫുൾ. സ്വപ്പം മ്യൂസിക് കേൾക്കാം. ആട്ടോണ്ട് ഇത് വല്ലാത്ത തൊന്തരവായത്. സ്പർശനേ പാപം ദർശനേ പുണ്യം എന്ന് സംസ്കൃതത്തിൽ വായിച്ചിട്ടില്ലേ? ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. ഹൈടെക് എടാ ബുദ്ധിമാനം, നീ ഒരു മഹാനാട്ടോ. ആശാന്റെ ബുദ്ധി അപാരം തന്നെ കേട്ടോ. ഓനില്ലേ പെണ്ണ് കിട്ടായിട്ടൊരു മാനസികമായിട്ട് എന്തൊക്കെയോ പ്രശ്നമായി പോയി. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. സ്വപ്പം മ്യൂസിക് കേൾക്കാം. പാട് മഹാരാജ പാട്. അച്ചു നീ വരൂ, കനവും കണ്ട് ഞാൻ ഇരിക്കയാണിങ് യൂറോപ്പില്. വെറൈറ്റിയാണ്. നീ മാറി 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 നിൽക്കൂ, മറ്റേ കൊച്ചു ഫ്രണ്ട് വരൂ, ഇൻസ്റ്റഗ്രാം ഐ ഡി തരൂ. എങ്ങനെയുണ്ട്? എടാ ബുദ്ധിരാക്ഷസ, നല്ല ഓസ്കാർ. ഇൻസ്റ്റഗ്രാം ഐ ഡി തന്ന് ചാറ്റ് ചെയ്ത് നമുക്ക് ഇരിക്കാം, ചാറ്റ് ചെയ്ത് സെറ്റ് ആവാം. വയലാറെഴുതുപോലെ 4 നിലപ്പന്തലിട്ട് 4 ആളെയും കൂട്ടിയിട്ട് നിന്നെ കേട്ടാ ഞാൻ വരും, അടുത്ത ഫ്ലൈറ്റിന് കയറി വരും. എന്റെ ചേട്ടായി സമ്മതിച്ച് കൊള്ളാം. ചുണ്ടത്ത് കാവ്യക്ക് ചിരി വരുന്നു, കണ്ടിട്ട് അച്ചൂര് ദേഷ്യം വരുന്നു. ഇനിയും ആരേലും ഉണ്ടോ? സിനിമയും മാറി, ടെക്നോളജി മാറി, എല്ലാം മാറി. നിങ്ങളുടെ ഉണക്കവരികൾക്ക് മാത്രം ഒരു മാറ്റൂല. എന്നാ പിന്നെ നീ ഒരു 4 വരി പാട്ടുണ്ടാക്കി പാടറാ. തൊട്ടപ്പുറത്ത് അരികിൽ ആരേലും ഉണ്ടോ? ഇനിയും ആരേലും ഉണ്ടോ? തൊട്ടപ്പുറത്ത് അരികിൽ ആരേലും ഉണ്ടോ? പ്രതിഭയാണ്, പ്രതിഭാസമാണ്. ആദ്യമേ അവതരിപ്പിക്കാൻ പോണത് മലയാള സിനിമയിലെ പഴയ സിനിമയിലെ സ്റ്റണ്ട്. വെറൈറ്റിയാണ്. ഇത് നസീർ സാറിന്റെ പണ്ടത്തെ സ്റ്റണ്ടാണ്. ആദ്യമായി പഴയ സ്റ്റണ്ട്. സമ്മതിച്ചിരിക്കുന്നു, ജ്ഞാനദൃഷ്ടി തന്നെ. അവിടുന്ന് എന്തെല്ലാം കാര്യങ്ങളാ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. അടുത്തായി 1990 കാലത്തെ സ്റ്റണ്ടാണ്.
ഉരുള ഉരുട്ടി വിഴുങ്ങണ പോലെ ഇതെന്താ വിചാരം? ഇതൊക്കെ ഒരു കലയാണ് ചേട്ടാ, കല. ഇപ്പത്തെ സ്റ്റണ്ട് സംഗതി കൊള്ളാം, പക്ഷെ ഒന്ന് ഏറ്റ് കിട്ടണം. ആരാണ് അയാൾ? ആരാണ് അയാൾ? അയാൾ ആരാണ്? ആരാത്? അത്രേ ഉള്ളോ? ഇതാണോ വലിയ കാര്യം? അടിപൊളി. അവിടെ ഇരിക്കും മനുഷ്യൻ. ഇതിൽ കൂടുതൽ സന്തോഷമൊന്നും വേലായുധൻ ആഗ്രഹിച്ചിട്ടില്ല കേളപ്പെട്ട. താൻ എന്ത് തേങ്ങാ കൊലയാടോ ഈ പറഞ്ഞോണ്ട് വരുന്നത്? ഇവക്ക് യോഗ്യനായ ഒരു ചെക്കനെ കിട്ടും. ഒന്നും പറയണ്ട. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? ആ മനസ്സിൽ എന്താണെന്ന് പറയാതെ തന്നെ എനിക്കറിയാം. എന്താ മതുക്ക, അങ്ങനെ പോരെ? ഇതാണ് പുതുമ. എങ്ങനെയുണ്ട്? അതാ അതിന്റെ ശരി. ആ അപ്പൊ ഇനി യാത്രയില്ല എല്ലാരോടും. വാസറേ പോവാം. എന്നാലും എന്റെ പൊട്ട, നീ ഇതെങ്ങനെ? കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ. കഷ്ടം, നായകൻ ഇപ്പോഴും 4-ാം നൂറ്റാണ്ടിന് ബസ് കിട്ടിയിട്ടില്ല. കെട്ടിപ്പിടിച്ചു നിന്നെ ഉമ്മ വെച്ചു. എന്റെ മനസ്സിനിക്കട മുത്തപ്പ, മാങ്ങാന്ന് പറയുമ്പം തേങ്ങാന്നാളോ ഈ പണ്ടാരം കേൾക്കുന്നേ. പച്ച തെറിയേക്കണ്ടെങ്കിൽ അവി പയ്ക്കാം. ഒറ്റക്കുതിരി കൊല്ലിങ്ങ. നീ എന്തിനാ അതിനോട് ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? വൃന്ദാവനം കണ്ടെത്തിയത് ഞാനാണ്. അതിന് നീയറാ. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട് കൃഷ്ണ. ഓ പൊതുവാൾജി, എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. രാധേ രാധേ. പിന്നെ വന്നിരുന്ന് ഓളയിട്ട് പേടിപ്പിക്കുന്നു. ഇതാണ് മാർഗം കളി. ഒരു മാർഗം ഇല്ലാത്തപ്പോഴുള്ള കളി. എവിടെ നിന്ന് കിട്ടിയടേ ഇതിന്? സാറേ, അതൊരു വലിയ കഥയാ. ഒന്ന് പോടേ. മാർക്കറ്റിൽ എന്ത് പിടിക്കാൻ പോണ്? ഇറച്ചി, മീന്, കക്ക. ഇറച്ചി മീൻ ഇന്നലെ കക്കണ്. കാശ് കൊടുത്ത് മേടിച്ചോടെ? എൻജോയ് ചെയ്ത് കഴിച്ചോണ്ടിരിക്കുമ്പോഴാ അവന്റെ ഒരു തൊലിഞ്ഞ കോമഡി പൊറോട്ട മണ്ടക്കറിയെന്ന് തോന്നുന്നു. ഇത് തീർന്നില്ലേ? ആളിനെ നമുക്ക് മനസ്സിലായി. ഒരു 3 നേരം ഇത് കൊടുത്തേ. ഒരു ദിവസം ഒബ്സർവേഷനിലിടാം. മിശക്കാരൻ മാധവന് ദോശ തിന്നാനാശ. ഹായ് ഇവനിത് എവിടെ നിന്ന് മേളിന്ന് വന്നോ? ഹായ്, ദോശ വാങ്ങാൻ കാശിനായി തപ്പി നോക്കി കീശ. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. ഹായ് ഹായ്. നിങ്ങളിപ്പോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അതോ നിർത്തി. ഞാൻ നിങ്ങൾ ഉണ്ണിക്കണ്ണം വാങ്ങണ്ടാന്ന്. ഏതാടാ അല്പൻ? പട്ടി ഷോ ആണ് ഇവനെ, നിനക്കറിയില്ലേ? ഞാൻ ബാംഗ്ലൂര് വന്നപ്പോ ഇവിടുത്തെ ഗ്രാമങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നേ. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ? അപ്പോഴാണ് ഈ മുത്തശ്ശനെ കണ്ടത്. അപ്പൊ ഞാൻ ആ സൈക്കിള് വാങ്ങി വന്ന എക്സസൈസും കാര്യങ്ങളായി. ഈശ്വര, ഇങ്ങനെയും മണ്ടന്മാരുണ്ടോ? അപ്പൊ ഇതാണ് രസം. കണ്ട, ജസ്റ്റ് ഫോർ എ രസം. ഈ മുത്തച്ഛന്റെ വീട്ടിലൊക്കെ പോയി പശുവും വീടും ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണ്ടേ. ഇതൊക്കെ ജീവിതത്തെ ഏറ്റവും വലിയ രസം. ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മാനസികമായിട്ട് ഈ പയ്യൻ വളർന്നിട്ടില്ല. ഭയങ്കര രസമുണ്ട്. എന്ത് രസമാ ഇങ്ങനെ വേർപ്പ് ഇങ്ങനെ നടക്കുമ്പോ. എന്താ ഇത്? വൃത്തികെട്ട ഇന്ത്യൻ വേർപ്പിന്റെ നാറ്റം എന്റെ പുറത്ത് വെച്ച് തേച്ച് എന്നെ അപമാനിക്കുന്നുവോ? മാഫി മുഷ്കിൽ. എന്തൊരു മുഷ്കിൽ വേണം. ഓ എന്റെ ദൈവമേ, അടുത്ത വള്ളി. എന്ത് നാച്ചുറൽ ആക്ടിങ്. എന്താ ഒരു അഭിനയം. ഭരത് ഗോപി മാറി നിൽക്കും. അഭിനയകലയിൽ നിന്റെ ഏറ്റവും ഗുരുവായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി. നിന്റെ 50 പൈസയുടെ ആക്ടിങ് ഞാൻ നിനക്ക് സമ്മാനമായിട്ട് തരുന്ന ഓസ്കാർ അവാർഡ് എടുത്തോ. എന്നിട്ട് അണ്ണാക്കിലേക്ക് തിരിക്കോ. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തോ ഇപ്പൊ ഗൾഫുകാരും നാടായ ചൈന ഭാഷ പറയുന്നോടാ.
അമേരിക്ക, ലണ്ടൻ, യൂറോപ്പ്, ബഹ്റിൻ, ദുബായ്. ഇത് തീർന്നില്ലേ? യൂറോപ്പ്, ബഹ്റിൻ, ദുബായ് എല്ലായിടത്തുകളിലും പാലിൻ ജോസ് പെരേര എന്ന പേര് അറിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാവുന്നേ പറയൂ. ഇതാണോടാ നീ കണ്ടുപിടിച്ച ആനക്കാര്യം? ഇത് പറയാനാണോ ഈ കഥാപ്രസംഗം മുഴുവൻ നടത്തിയത്? What do you mean? മീൻ അങ്ങനെയൊന്നുമില്ല. നെയ്മീൻ, ചാളമീൻ, അയലമീൻ, പിലോപ്പി മീൻ. അയാൾ എന്താ പറയുന്നേ? എനിക്കറിയാം എന്തോ കാര്യമായിട്ട് പറയണ്. നിനക്കൊല്ല കേൾക്കാൻ പറ്റണ വെറൈറ്റി ആണ്. വെറൈറ്റി അല്ലേ? പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. എന്നെ ഇങ്ങനെ കണ്ടാലും അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. അയ്യേ എന്തു കോലോണിത്. നീ എന്താ ഈ വേഷത്തില്? ഇപ്പൊ നാടകത്തിലാ? ഇത് ഒറിജിനലാ. ഇതെന്റെ ഉണ്ണിയേട്ടനൊന്നുമല്ല, ഇതേതോ പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ ഉണ്ട്. നീ എന്താ ഈ കത്തി വേഷത്തില്? ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വല്ലതും ഉണ്ടോ? നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതെങ്ങനെയുണ്ട്? നല്ല വൃത്തിഹീനമായ വേഷം. നീ ഇവന്റെ മോന്ത കണ്ട പട്ടി കഞ്ഞി കുടിക്കുവോ? ഓ പൊതുവാൾജി എനിക്കിനെ ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കാർബി, കൂൾ ഡൗൺ. നീ കണ്ടില്ലല്ലോ, ഉഗ്ര ഷോ. ഇപ്പൊ തീരും, വേഗം വാ. ഈ സിനിമയിലൊക്കെ കണ്ടുള്ള അറിവേ ഉള്ളൂ. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം. ഓക്കെ? മുത്തച്ഛ, ഇവൻ അടിയല്ലാതെ വേറെ മരുന്നില്ല. ഇത് വല്ലാത്ത തൊന്തരവായത്. എന്ത് ചെയ്തിട്ടൊരു മെന വന്നില്ലല്ലേ? നെക്സ്റ്റ് പേഷ്യന്റ്. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എന്റെ അമ്മാച്ചന്റെ തേങ്ങ വീണപ്പോഴും ആദ്യം ഇതുപോലെ ആയിരുന്നു. നീ എന്താണ് പറയുന്നതെന്ന് നീ അറിയുന്നില്ല. കൊള്ളാം. ഈനാം പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. നിനക്കെന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? മനുഷ്യനെ വട്ടുപിടിപ്പിക്കാൻ. എടാ പോടാ, നിർത്തി പോടാ. എടാ നിന്റെ കരച്ചിൽ ഇവിടെ ആർക്കും കാണണ്ട. ഇത് സഹിക്കാവുന്നതിന് അപ്പുറമായിരിക്കുന്നു. ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. ഇനി എന്തൊക്കെ കാണേണ്ടി വരുമെന്തോ. ചൊല്ലിയാകണം നീ അവള് വഴക്ക്. എന്താടാ കുറച്ച് കാണിക്കുന്ന? இங்க எவனும் இவ்வளவு அழகா ஒரு இவ்வளவு அழகா பார்த்திருக்க மாட்டாங்க. And I'm in love with you. എവിടെ നിന്ന് കിട്ടിയടേ ഇതിനെ? സാറേ അതൊരു വലിയ കഥയാ. ഒന്ന് പോടേ. ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല.